നമുക്ക് ചൂരക്കറി ഉണ്ടാക്കാവേ. ചൂരക്കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം ചട്ടി എടുത്തിട്ട് നമുക്ക് ചൂടായി വരുമ്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം. കടുകിട്ടു, കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എല്ലാം കൂടെ ചതച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നല്ലതായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കാം. മീൻ ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം എടുക്കാം. എല്ലാം ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ എടുക്കാവേ. മുളക് പൊടി 3 സ്പൂൺ, മല്ലിപ്പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു സ്പൂണും കുറച്ചും കൂടെ എല്ലാം ഒന്ന് വെള്ളത്തിൽ ചേർത്തൊന്ന് കലക്കി നമുക്ക് വയന്ന് വന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് ഉപ്പ് കൂടി ഇട്ട് എല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. കുറച്ച് നേരം അതൊന്ന് അടച്ച് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് പുളി വെള്ളത്തിലിടാം. വടക്കംപുളിയുടെ ബാക്കി വെള്ളം ഉപയോഗിച്ച് മീൻ കഴുകാൻ നല്ലതാണ്. അപ്പോഴത്തേക്ക് അരപ്പ് നല്ല എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. ഒരു മണമൊക്കെ വരുന്നുണ്ട്. നല്ലതായിട്ട് മസാലേൻ്റെ എല്ലാം പച്ചമണം മാറി നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് വടക്കംപുളിയും വെള്ളം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ച് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി നല്ലതായിട്ട് ഒന്ന് അടച്ച് വെച്ച് നമുക്കതൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. ഹൈ ഫ്ലെയിമിലിടാൻ മറക്കണ്ട. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലിടാം. ഇതെല്ലാം നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് കഴുകി റെഡിയാക്കി വെച്ച് മീനിട്ട് കൊടുക്കാം. മീൻ പൊങ്ങി നിൽക്കുന്നതൊക്കെ നമുക്ക് സ്പൂൺ വെച്ച് ചെറുതായിട്ട് താത്തി കൊടുക്കാം. എല്ലാം റെഡിയായി കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. നല്ല തിള വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ചട്ടി കുലുക്കി വെക്കാൻ മറക്കരുത്. എല്ലാം ആയി, എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. മീൻകറി റെഡി.